സുഹൃത്തുക്കളെ, പ്രമോദ് വരുന്നോണ്ടാണ് ഞാൻ ചിരിക്കാൻ കാരണം എന്താ അറിയോ? ഇപ്പോ ഞാനൊരു വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണതിന്റെ ഇടയിലാണ് നമ്മളെ സമസ്തക്കാരെ പുതിയ ഫത്വ ഇറങ്ങിക്കുന്നത്. അപ്പൊ ഈ കുട്ടീനെ മര്യാദ പഠിപ്പിക്കണം, രാഷ്ട്രീയത്തിൽ ഇറക്കരുത് എന്നൊക്കെയാണ് പോലെ ഫത്വ. പക്ഷെ ഇവരുടെയൊക്കെ മതപ്രസംഗം ഉണ്ട് ഈ സമസ്തയുടെ. അതില് ചെറിയ ചെറിയ കുട്ടികളാണ് വായ തോരാതെ പ്രഭാഷണങ്ങൾ നടത്തുന്നത്. അതായത് ഈ അടുത്തൊരു പയ്യൻ ഒരു പിന്നെ മറ്റേ മുസ്ലിം മതപ്രഭാഷണം നടത്തണ, അങ്ങനെ തന്നെ പറയാം, ബാലൻ. ആ ബാലൻ വളരെ സെക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രബോധനം നടത്തണത്. മനസ്സിലായോ? അപ്പൊ അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇവർക്ക്. അതായത് മതപ്രഭാഷണം ഹറാമല്ല, ഹലാലാണ്. പക്ഷെ കമ്മ്യൂണിസം ഹറാമോ? അത് കുട്ടികളായാലും വലിയവരായാലും. അപ്പൊ കുട്ടികൾ പിന്നെ പ്രഭാഷണം, സഖാക്കന്മാരായ കുട്ടികൾ പ്രഭാഷണം നടത്തിയാൽ അത് ഹറാമാണ്. ഞാൻ ചോദിക്കട്ടെ, സമസ്തയുടെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതുണ്ട്, എൻ്റെ അടുത്ത ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അവനോടൊക്കെ നല്ല ബഹുമാനത്തോടു കൂടിയിട്ടാണ് സമസ്തക്കെതിരാൻ ഇത് പറയാൻ കാരണം. പിന്നെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് ഈ കുട്ടികളെ അങ്ങോട്ട് നന്നാക്കിയിട്ട് വലിയ മഹാന്മാരാവണ ആളുകൾ. അതായത് സ്വന്തം കക്കൂസ് കഴുകാത്തോല അവർ. അടുത്തൊരുത്ത വീണ് കിടക്കുകയാണെന്ന് വെച്ചാൽ അവനെ ആസ്പത്രി കൊണ്ടുപോകാതെ, ഒരു അപകടം നടന്നാൽ ആസ്പത്രി കൊണ്ടുപോകാതെ, അയൽവക്കക്കാരന് ഒരു തുള്ളി ബ്ലഡ് കൊടുക്കാത്ത യൂട്യൂബേഴ്സാണ് ഈ കുട്ടിക്കെതിരെ ചിലക്കണത്. പിന്നെ വേറൊന്ന്, ഞാൻ ഈ സമസ്തക്കാരോടും ഈ ലീഗിൻ്റെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ലീഗിൻ്റെ ആൾക്കാരോട് പ്രത്യേകം പറയാമല്ലോ. എന്താ പറയുക, ഞാനിപ്പോൾ മിഞ്ഞാന്ന് ഒരു ഇതിട്ടു, അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ, അല്ല കിറ്റ് കിട്ടിയോന്ന്. അപ്പം അതിൻ്റെ താഴെ വന്നിട്ട് പറയാണ്, ആ കുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, അതുകൊണ്ടാണ് മെറ്റ അത് ഒഴിവാക്കിയത്. കിറ്റ് കിട്ടിയോന്നില്ല എൻ്റെ ചോദ്യത്തിനാണ് മെറ്റ കിട്ടിയോന്നുള്ളത്. അപ്പം അത്രയും ലീഗുകാർക്ക് അവർക്ക് എപ്പോഴും മറ്റേ നായനാർ പറഞ്ഞ എന്താ ഗുഡ് നൈറ്റ് ആണല്ലോ. അപ്പോൾ മെറ്റയുടെ ഒരു ഇതുണ്ട്, 13 വയസ്സിൻ്റെ കഴിഞ്ഞാൽ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇടാം, 18 വയസ്സ് പൂർത്തിയായാൽ പിന്നെ പൈസ കിട്ടൽ തുടങ്ങും. ഇതാണ് മെറ്റയുടെ ഒരു നിയമം എന്ന് പറയുന്നത്. ഞാൻ അത് പോട്ടെ, ഇവിടെ കുറേ കുട്ടികൾ പിന്നെ ചെണ്ട കൊട്ടിയിട്ട് പിന്നെ പാട്ട് പാടിയിട്ടൊക്കെ വൈറലാവുന്നുണ്ട്. അവരെന്നും ഇവർ നിരോധിക്കണില്ല. ഈ കുട്ടി സഹാക്കളെ കണ്ടപ്പോൾ നിരോധനം വന്നു, ബാൻ ചെയ്യൽ തുടങ്ങി, അവർ അക്കൗണ്ട് പൂട്ടിച്ചു. അപ്പം ഇവരുടെ മാത്രം എന്താ അക്കൗണ്ട് പൂട്ടിക്കണ്? ലീഗിൻ്റെ ഒരു കുട്ടിയുടെ ഇത് ഞാൻ കണ്ടു. ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ ലീഗിൻ്റെ ചെറിയ കുട്ടിയുടെ മുദ്രാവാക്യം വിളി എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തപ്പോൾ കിട്ടി. ഒരു 10 വയസ്സായ പയ്യനാണ് ലീഗിൻ്റെ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത്. മുദ്രാവാക്യം വിളിക്കുന്നത് നല്ല രസമുണ്ട്. അത് സംഖ്യകൾക്കെതിരെയാണ്. അതിനെ അഭിനന്ദിക്കണം കേട്ടോ. അത് ലീഗിൻ്റെ കുട്ടി പറഞ്ഞാലും കോൺഗ്രസിൻ്റെ കുട്ടി പറഞ്ഞാലും നല്ലൊരു പടം നയിച്ചിട്ട്, ലീഗിൻ്റെ ഒരു നല്ല പടം നയിച്ചിട്ടാണ് ആ കുട്ടി മുദ്രാവാക്യം വിളിച്ചു തരുന്നത് സംഘികൾക്കെതിരെ. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മൾ ലീഗുകാരല്ല, നമ്മൾ സഖാക്കന്മാരാണ്. ആ കുട്ടി ഭാവിയിൽ സഖാവായിട്ട് മാറും. കാരണം അവ ഇപ്പം തന്നെ പിന്നെ വർഗീയതക്കെതിരെ മുദ്രാവാക്യം വിളിക്കണ ലീഗിൻ്റെ കുട്ടിയാണെന്ന് വെച്ചാൽ ഭാവിയിൽ അവന് ബോധം വന്നാൽ അവൻ സഖാവായി മാറും, ഉറപ്പാണ്, ഒരു തർക്കമില്ല. പിന്നെ ലീഗുകാരോടും ഈ കുട്ടികളെ നാക്കണേ മാന്യന്മാരുണ്ടല്ലോ, അതിരിപ്പുറത്ത് പിന്നെ ഫുള്ള് ഫോൺ വീഡിയോ കാണുന്നവരാണ്, അല്ലെങ്കിൽ അയൽവക്കക്കാരനെ കുളിമുറിയിൽ എത്തി വെക്കണവനാണ്, അല്ലെങ്കിൽ അവിടെ ക്യാമറ സ്ഥാപിക്കണ യൂട്യൂബേഴ്സാണ്. അവരാണ് ഈ കുട്ടികളെ നന്നാക്കണത്. അപ്പോൾ ആ തെണ്ടികളോട് പറയാലോ എന്താ അറിയോ, ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ്, അതായത് ചെറിയതായിട്ട് വെടികൊണ്ട് മരിച്ച നമ്മളെ ഗാന്ധിജി, ആ ഗാന്ധിജി കല്യാണം കഴിക്കുമ്പോൾ വയസ്സ് ഗാന്ധിജിക്ക് എത്ര അറിയോ? 13 വയസ്സാണ്. ഗാന്ധിജി കല്യാണം കഴിച്ച ഭാര്യ കസ്തൂർബ ഗാന്ധി, ആ കസ്തൂർബയ്ക്ക് വയസ്സ് 14, ഒരു വയസ്സിൻ്റെ മാറ്റം. അതായത് സച്ചിൻ ടെണ്ടുൽക്കർ കല്യാണം കഴിച്ച പോലെ ഒരു വയസ്സിൻ്റെ. അപ്പോൾ അതിലൊന്നും വിഷയമില്ല, കാരണം കല്യാണമാണ്, അതിൽ ഇന്ന ആണുങ്ങൾക്ക് പ്രായം കൂടുതൽ വേണമെന്നൊന്നുമില്ല.
അതുപോലെ ശ്രീരാമനും സീതയൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ശൈശവവിവാഹമാണ്. അപ്പൊ ഇതിലൊന്നും പ്രശ്നങ്ങളേ ഇല്ല. അപ്പൊ ഈ കുട്ടികൾക്ക് മാത്രം അത് എന്തുകൊണ്ടാ? കുട്ടികൾ കുട്ടി സഖാക്കളായി. അപ്പൊ ഇവർക്ക് ആളെളക്കണം. ഈ സമസ്തയുടെയൊക്കെ ആൾക്കാർ പറയണ പച്ചത്തേറി, അതായത് വലിയ വലിയ ഇവരുടെ മറ്റേ ഈ മതപ്രസംഗക്കാർക്ക്, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനികളായാലും ഈ രാഷ്ട്രീയ നേതാക്കളെ പോലെ അല്ല കേട്ടോ. അത് ഇവർക്ക് മൈക്കത്ര സ്പീക്കർ വേണം, ഇത്ര വാട്ട്സ് വേണം എന്നൊക്കെ ഇവർ ആദ്യം എഴുതി അയക്കും. പിന്നെ ഫുഡ് ബിരിയാണി കുഴിമന്തിയെ പറ്റും, ഇങ്ങനെയൊക്കെ അവർ ആദ്യം തന്നെ മെനു എഴുതി തയ്യാറാക്കും. അതിൽ അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ മൈക്ക ഒരു 7 കിലോമീറ്റർ ദൂരത്തേക്കേലും കേൾക്കണം. അല്ലെങ്കിൽ അല്ലാതെ ഈ സമസ്തയുടെ ആൾക്കാർ പറയണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞിടത്ത് വല്ല തെറ്റുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കാം. അപ്പോൾ അങ്ങനത്തെ വായ തോരാതെ മതപ്രസംഗം നടത്തി അതിൽ സെക്സ് മാത്രം ഉൾക്കൊള്ളിക്കണ കുറേ മതപണ്ഡിതരുണ്ട്. എൻ്റെ നാട്ടിലൊരു മതപ്രസംഗത്തിൻ്റെ ഒരാൾ വന്നു, പിന്നെ വലിയ വിവാദം ഉണ്ടാക്കണ ഒരു പ്രാസംഗികനാണ്. അവനെ സമസ്ത ആളാണ്, അയാളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. എൻ്റെ നാട്ടിലത്തെ കംപ്ലീറ്റ് സ്വർണവും വെള്ളി ഈ സ്ത്രീകളെ കൊണ്ട് കരഞ്ഞ് പറയിച്ചിട്ട് അവരുടെ കംപ്ലീറ്റ് സാധനങ്ങളും അടിച്ചു മാറ്റി അത് ലീഗിൻ്റെ ആൾക്കാരൊക്കെ കൂടി കൊണ്ടുപോയിട്ട് പിന്നെ പെരുന്നാളിന് ഒരു ജ്വല്ലറി കൊണ്ടുപോയി വിറ്റു. എന്നിട്ട് ലീഗിൻ്റെ ആൾക്കാർ തന്നെ അത് പോസ്റ്റർ ഒട്ടിച്ചു, എത്ര സ്വർണം കിട്ടി, കളവ് പിന്നെ കട്ടെടുത്ത സ്വർണം എവിടെയെന്നൊക്കെ ചോദിച്ചു, വെള്ളി എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് ലീഗുകാർ തന്നെ പോസ്റ്റർ ഒട്ടിച്ചു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ പ്രവർത്തിക്കാൻ വരും. മനസ്സിലായോ? നിങ്ങൾ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഏതെങ്കിലും ലീഗുകാരെ എൻ്റെ നാട്ടുകാരനൊക്കെ കാണുമല്ലോ. അപ്പോൾ ആ ലീഗിൻ്റെ ആൾക്കാർ പറയണം അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന്. എന്നിട്ട് ഒരു പാവപ്പെട്ട ലീഗുകാരൻ്റെ വീട്ടിൽ പിന്നെ ലീഗുകാരൊക്കെ കൂടി സഹായിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ എൻ്റെ നാട്ടിൽ വലിയൊരു കോടീശ്വരനുണ്ട്. അവ ബെൻസും കൊണ്ട് വന്നു, ഈ മതപ്രസംഗം നടത്തണ എങ്ങനെയും കൊണ്ട് ബെൻസ് കാറിലും കയറിപ്പോയി അവൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഈ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണം സ്വാഹ. നടന്നിട്ടില്ലെന്ന് ഇല്ലെങ്കിൽ പറയണേ, നമുക്ക് തെളിവുണ്ട് ഇതിനൊക്കെ, അതുകൊണ്ടാണ് പറയണേ. അപ്പം അവർ ഞങ്ങളെ കുട്ടി സഹാക്കൾക്ക് ഉണ്ടാക്കരുത്. അത് നിങ്ങളെ ലീഗിൻ്റെ കുട്ടികളൊക്കെ നിങ്ങൾ 10 പഠിപ്പിച്ചോളൂ. ഇങ്ങനെ പ്രസംഗിക്കാൻ പാടില്ല, ഇങ്ങനെ പ്രസംഗിക്കാവൂ. നേരെ മറിച്ച് ഇപ്പം ഈ കുട്ടി ലീഗിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ മതത്തിന് അനുകൂലമായിട്ടോ സംസാരിച്ചാൽ ഈ മെറ്റി ഉണ്ടാവില്ല, ഒലക്കട മൂടും ഉണ്ടാവില്ല. അപ്പോൾ ഈ യൂട്യൂബേഴ്സിനോടും പറയാലോ എന്താ പറയുക, നിങ്ങളെ തലയിലത്തെ രോമം ആദ്യം വെള്ള ചെയ്ത് കറുപ്പടിപ്പിക്കും, എന്നിട്ട് മതി ഞങ്ങൾ സഹാക്കന്മാരെ തലയിലത്തെ രോമം കറുപ്പാക്കാൻ. അതുമ്പിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിക്കാൻ വരരുത് കേട്ടോ, ഐസ് കട്ടയുമ്പിൽ പെയിൻ്റ് അടിക്കാൻ വരരുത്. യൂട്യൂബേഴ്സിനോടും പറയാനുള്ളത് ഈ സമസ്തയുടെ ആൾക്കാരോടും ലീഗുകാരോടൊക്കെ പറയാനുള്ളതാണ്, ആദ്യം നിങ്ങളെ കുട്ടികളെയൊക്കെ ഒന്ന് നന്നാക്ക്. പിന്നെ ഈ ഇത്തരം കുട്ടികൾ വേണം. ഇപ്പം ഇന്നലെ ഒരിത് കണ്ടു നിങ്ങൾ, നമ്മൾ കേരളത്തെ ഞെട്ടിച്ചൊരു കൊലപാതകം, പിന്നെ മുത്തശ്ശനെ കൊന്നത്. ആ കുട്ടികളൊക്കെ സഖാക്കന്മാർ ബാലസംഘത്തിലും SFIയിലൊക്കെ ആണെന്ന് വെച്ചാൽ ഒരിക്കലും അവർ ഇത്തരം തെമ്മാടുത്തത്തിന് പോവില്ല, ഒരു തർക്കമല്ല. കാരണം അവർ ഉത്തമ പൗരന്മാരായിട്ട് മാറും. ഞങ്ങളിൽ ചെറുപ്പം മുതലേ പഠിപ്പിക്കണ ചില കാര്യങ്ങളുണ്ട്. മദ്യപാനം ഞങ്ങൾക്ക് പാടില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ വല്ലാതെ അമ്പലത്തിൽ കയറിയിട്ടും പള്ളിയിൽ കയറിയിട്ടും പിന്നെ ചർച്ചിൽ കയറിയിട്ടും മുഴുവൻ ടൈം മതപ്രസംഗവും മതപരിപാടിയായിട്ട് നടക്കണവന് ഞങ്ങളതിൽ അടുപ്പിക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചൊരു പക്വതയും കുറച്ച് പുസ്തക വായനയും കുറച്ച് ജനറൽ നോളേജൊക്കെ കിട്ടും. അവ ഒരിക്കലും വല്ലാതെ ക്രിമിനലാവില്ല. എന്നാലും ഇല്ലത് തുറന്നു പറയല്ല, സ്വയം വിമർശനമായിട്ട് ഏറ്റെടുക്കണമല്ലോ, കുറച്ച് ക്രിമിനലൊക്കെ ഉണ്ടാവും. അതിപ്പോൾ ഏത് കാര്യത്തിലും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഗാന്ധിജി ഇത്രയും നല്ല മാന്യനായിട്ടും അയാളെ മക്കൾ പിന്നെ മകൻ കള്ളുടിയനായിട്ട് മാറിയില്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും, അതൊന്നും ഇല്ലയെന്ന് പറയാം. ആ സമൂഹത്തിൻ്റെ അവനവൻ്റെ മനസ്സിൻ്റെയൊക്കെ ചില വൈകല്യങ്ങളാണ്, അതൊക്കെ ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. അപ്പോൾ വീണ്ടും വീണ്ടും പറയാല്ലേ, ഞങ്ങളെ കുട്ടികളെ നെഞ്ഞതിക്ക് കയറാക്കരുത്, അത് നിങ്ങൾക്ക് നന്നല്ല.
അതില് ഒരു കാര്യം കൂടി പറയട്ടെ. ഏറ്റവും കൂടുതൽ പീഡനങ്ങള് അതായത് ഈ ആൺകുട്ടികളെ ബാക്കി ഞാൻ പറയണില്ല. മിസ്യൂസ് ചെയ്യണത് മദ്രസ അധ്യാപകരാണ്. അതും കൂടിയാണ് മലപ്പുറം ജില്ലയില് എൻ്റെ ചുറ്റുവട്ടത്തില്ലേ ഒരുപാട് ആൾക്കാരെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ഒരുപാട്, അതായത് ഒരുപാട് കുട്ടികളെ മിസ്യൂസ് ചെയ്യലും പിന്നെ ബാലപീഡനം നടത്തുന്നതും മദ്രസ അധ്യാപകരാണ്. അവരെയൊക്കെ നിങ്ങൾ നേരേക്ക് റിസാലയിലൊക്കെ പ്രഭാഷണം എഴുത്തോ ലേഖനമൊക്കെ എഴുതുമ്പോഴേ അവരെയൊക്കെ നിങ്ങൾ നന്നാക്കിയിട്ടാണ് പോരും കേട്ടോ. അതല്ലേ നല്ലത്. ആദ്യം സ്വയം നന്നാവുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക.